ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ചകളിൽ കഥയിലുമുണ്ടൊരു കാര്യം. ഇന്ന് അതിൻ്റെ 32ാമത്തെ പാട്ടാണ്. പല കഥകൾ നമ്മൾ കേട്ടു. പല കഥകളിൽ നിന്നും അസാധാരണമായ ചില അനുഭവങ്ങൾ നമ്മളുടെ മനസ്സിലാക്കി. അപ്പൊ ഇന്ന് നമുക്ക് കഥകളിലേക്ക് തുടർന്ന് പോകാം. ജോഷി സാറും റോയ് സാറും ജോർജ് സാറും നമുക്ക് വേണ്ടി കഥകൾ പറയും. അപ്പൊ ആദ്യം ജോഷി സാറിൽ തുടങ്ങാം. നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ക്ഷണിക്കാണ്. അതോടൊപ്പം ജോഷ് സാറിനെയും റോയ് സാറിനെയും ജോർജ് സാറിനെയും പ്രത്യേകം ക്ഷണിക്കുന്നു. ജോഷ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു വെരി മച്ച്. ഈ ചൊവ്വാഴ്ചയിൽ എല്ലാവർക്കുമുള്ള നല്ല നമസ്കാരം. എനിക്ക് പിന്നാലെ വളരെ പ്രഗത്ഭരായ ആളുകൾ കഥ പറയാൻ വരുന്നു. അതുകൊണ്ട് ഞാൻ അവർക്കൊരു വഴിയൊരുക്കാനുള്ള ഒരു ചുമതല മാത്രം ഏറ്റെടുക്കുകയാണ്. എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഇന്നുണ്ട്. എങ്കിലും ഞാൻ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. കേൾക്കാമല്ലോ നന്നായിട്ടല്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ ചെറുകഥകളിൽ ഒന്നാണ് തേന്മാവ്. ഒരുപക്ഷെ പലരും വായിച്ചിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു തേന്മാവിനെ കുറിച്ചുള്ളതാണ് ഈ ചെറുകഥ. വളരെ ലളിതവും സരസവുമായിട്ടാണ് ബഷീർ ഇത് രചിച്ചിരിക്കുന്നത്. ഒരു വൃക്ഷത്തോടുള്ള സ്നേഹം വൃക്ഷാരാധനയായി കൽപ്പിക്കപ്പെടുന്നതിനുള്ള ബഷീറിന്റെ അതൃപ്തിയും ഈ കഥയിൽ കാണാവുന്നതാണ്. DC ബുക്സ് ഈ കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഥാകാരൻ തന്നെ കഥാപാത്രമായി വരുന്ന ശൈലി മറ്റു പല ബഷീർ കൃതികളിലെയും പോലെ തേന്മാവിലും സ്വീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, കഥാപാത്രത്തെ കൊണ്ട് കഥ പറയിക്കുകയും ചെയ്തിരിക്കുന്നു. ശരിക്കും കഥയാണോ ജീവിതമാണോ എന്നറിയാതെ വായനക്കാരൻ കുഴങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. തേന്മാവിനെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ, റഷീദും അസ്മായും. അവർക്ക് ഒരു തേന്മാവിനോടുള്ള സ്നേഹത്തിന്റെയും അതിനിടയാക്കിയ സാഹചര്യത്തിന്റെയും കഥയാണിത്. ഈ തേന്മാവിന്റെ ചരിത്രം റഷീദും അസ്മായും ബഷീറിനോട് പറയുന്നതാണ് കഥാസന്ദർഭം. കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് യൂസഫ് സിദ്ദീഖ്. ഈ കഥ വായിക്കുന്നവരും കേൾക്കുന്നവരും ഒരു വൃക്ഷത്തെയെങ്കിലും സംരക്ഷിക്കണമെന്ന സന്ദേശമാണ് ബഷീർ നൽകുന്നത്. ബഷീറിന്റെ ക്ലാസിക് ചെറുകഥ. നീ കേട്ടതെല്ലാം അസംബന്ധമാണ്. ഞാൻ ഒരു വൃക്ഷത്തെയും ആരാധിക്കുന്നില്ല. ഞാൻ പ്രകൃതിയെ ആരാധിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഈ മാങ്ങയോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട്. അത് എൻ്റെ ഭാര്യ അസ്മയ്ക്കും ഉണ്ട്. അസാധാരണമായ ഒരു ഉദ്യമത്തിന്റെ അടയാളമാണ് ഈ മരം. ഞാൻ വിശദമായി പറയാം. ഞങ്ങൾ ആ മാവിന്റെ ചുവട്ടിൽ ഇരുന്നു. മാമ്പഴം കൊണ്ട് അത് പ്രസന്നമായിരുന്നു. ചുറ്റും വലിയ വൃത്താകൃതിയിൽ വെളുത്ത മണൽ പരന്നു കിടക്കുകയായിരുന്നു. കല്ലും സിമന്റ് ജനലുകളും ഉപയോഗിച്ച് സംരക്ഷിച്ചിരിക്കുന്ന പുറം ഭാഗങ്ങളിൽ വിവിധ നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ നട്ടുപിടിപ്പിച്ചു. റഷീദ് എന്നായിരുന്നു അവന്റെ പേര്. സമീപത്തെ വീട്ടിലാണ് ഭാര്യയ്ക്കും മകനുമൊപ്പം അവൻ താമസിച്ചിരുന്നത്. അയൽപക്കത്തെ സ്കൂളിലെ അധ്യാപകരായിരുന്നു ഈ ദമ്പതികൾ. കൗമാരക്കാരനായ മകൻ ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന മാങ്ങയുടെ തൊലി കളഞ്ഞതും ഭംഗിയായി മുറിച്ചതുമായ കഷണങ്ങൾ അവന്റെ ഭാര്യ കൊടുത്തുവിട്ടു. ഞങ്ങൾ ആസ്വദിച്ചു. അത്
തേൻ പോലെ മധുരമായിരുന്നു. മാങ്ങയുടെ രുചി എങ്ങനെയുണ്ട്? മരം തേന്മാവ് തന്നെ. ഈ മാമ്പഴം ഇപ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. ആരാ ഈ മാവ് നട്ടത്? ഞാനും അസ്മയും ഈ സ്ഥലത്ത് നട്ടു. ഈ മരത്തിന്റെ കഥ ഞാൻ പറയാം. ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സംഭവം അവർ മറന്നു. വൃക്ഷാരാധനയായി പ്രചരിപ്പിച്ചു. ഒരു ആരാധനയും ഉൾപ്പെട്ടിട്ടില്ല. ഒരു മഹത്തായ പ്രവൃത്തിയുടെ ഓർമ്മ മാത്രം. എന്റെ ഇളയ സഹോദരൻ പോലീസ് ഇൻസ്പെക്ടറാണ്. ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം 75 മൈൽ അകലെയുള്ള ഒരു പട്ടണത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഞാൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയതായിരുന്നു. ഒരു ദിവസം ഞാൻ പുറത്തേക്ക് നടക്കുകയായിരുന്നു. അത് വേനൽക്കാലത്തിന്റെ കൊടുമുടിയായിരുന്നു. വീശിയടിച്ച കാറ്റിന് പോലും ചൂട്. അക്കാലത്ത് വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു ഇട റോഡിൽ തളർന്നു കിടക്കുന്ന ഒരു വൃദ്ധനെ ഞാൻ കണ്ടത്. അവന്റെ മുടിയും താടിയും വളർന്നിരുന്നു. ഏതാണ്ട് 80 വയസ്സ് പ്രായം തോന്നിക്കും. അവൻ വളരെ ക്ഷീണിതനായിരുന്നു. മരണത്തിന്റെ വക്കിലുമായിരുന്നു. എന്നെ കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, മകനെ, എനിക്ക് കുറച്ച് വെള്ളം തരൂ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് സ്തുതി എന്നാണ്. ഞാൻ ഉടൻ തന്നെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കയറി. പത്രം വായിക്കുന്ന ഒരു സ്ത്രീയെ കണ്ട് അവളോട് കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു. സുന്ദരിയായ ഒരു സ്ത്രീ ഒരു പിച്ചള ടംബ്ലറിൽ കുറച്ച് വെള്ളം തന്നു. അതുമായി ഞാൻ പോകുന്നത് കണ്ട് അവൾ എന്റെ ലക്ഷ്യസ്ഥാനം തിരക്കി. വഴിയരികിൽ ആരോ വീണിരിക്കുന്നു എന്ന് ഞാൻ അവളോട് പറഞ്ഞു. അവന്റെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയാണ് വെള്ളം. അവൾ എന്നെ അനുഗമിച്ചു. ഞാൻ വൃദ്ധന് വെള്ളം കൊടുത്തു. വൃദ്ധൻ പതുക്കെ എഴുന്നേറ്റു. അപ്പോൾ അവൻ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തു. റോഡരികിലെ ചൂടിൽ വരണ്ട് കിടക്കുന്ന തറയിലെ ഒരു ഉണങ്ങിയ മാവിൻ തൈയുടെ അരികിലേക്ക് അയാൾ വലിഞ്ഞു നീങ്ങി. ബിസ്മി ചൊല്ലി പാത്രത്തിലെ വെള്ളത്തിന്റെ പകുതി അതിന്മേൽ ഒഴിച്ചു. ബിസ്മി, ബിസ്മില്ല അല്ലെങ്കിൽ ബസ്മല എന്നാൽ ദൈവത്തിന്റെ നാമത്തിൽ എന്നാണ് അർത്ഥമാക്കുന്നത്. സാധാരണയായി കർത്താവിന്റെ കൃപയ്ക്കായി അഭ്യർത്ഥിക്കുന്ന ഏതൊരു പ്രവർത്തനത്തിനു മുമ്പായി ഇത് ചൊല്ലുന്നു. ആരോ മാമ്പഴം തിന്ന് ആ വഴിയരികിൽ വിത്ത് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു. തൈ തെളിഞ്ഞു. ഭൂരിഭാഗം പേരും നിലത്തിന് മുകളിൽ ദൃശ്യമായിരുന്നു. വൃദ്ധൻ വീണ്ടും മരത്തണലിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ബിസ്മി ചൊല്ലി ബാക്കി വെള്ളം കുടിച്ചു. അവൻ വീണ്ടും കർത്താവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ്, എന്നിട്ട് പറഞ്ഞു, എന്റെ പേര് യൂസഫ് സിദ്ദീഖ്. എനിക്ക് 80-ലധികം വയസ്സായി. എനിക്ക് ഒരു ബന്ധുവുമില്ല. ഞാനൊരു ഫക്കീറായി ലോകം ചുറ്റി നടക്കുകയായിരുന്നു. ഞാൻ മരിക്കാൻ പോകുന്നു. എന്താണ് നിങ്ങളുടെ പേരുകൾ? ഞാൻ മറുപടി പറഞ്ഞു, എന്റെ പേര് റഷീദ്. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. സ്ത്രീ പറഞ്ഞു, ഞാൻ അസ്മയാണ്. ഞാനും ഒരു സ്കൂൾ ടീച്ചറാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
എന്ന് പറഞ്ഞ് വൃദ്ധൻ നിലത്ത് നിവർന്ന് കടന്നു. യൂസഫ് സിദ്ദീഖ് അവരുടെ കൺമുമ്പിൽ മരിച്ചു. ഞാൻ എൻ്റെ സഹോദരനെ കൊണ്ടുവരുമ്പോൾ അസ്മ കാവൽ നിന്നു. മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ഒരു വാൻ വാടകയ്ക്കെടുത്തു. മൃതദേഹം കുളിപ്പിച്ച ശേഷം പുതിയ തുണി കൊണ്ട് പൊതിഞ്ഞ് പതിവ് പോലെ സംസ്കാരം നടത്തി. വൃദ്ധന്റെ ബാഗിൽ 6 രൂപയുണ്ടായിരുന്നു. ആ തുകയ്ക്ക് പലഹാരങ്ങൾ വാങ്ങി സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള ചുമതല അസ്മയെ ഏൽപ്പിച്ചു. കാലക്രമേണ ഞാൻ അസ്മയെ വിവാഹം കഴിച്ചു. അവൾ ചെടി നനച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറ്റുന്നതിന് മുമ്പ് ഞങ്ങൾ ആ മാവിൻ ചെടി ശ്രദ്ധാപൂർവം പിഴുതെടുത്ത് ചെളി നിറച്ച ചാക്കിലേക്ക് മാറ്റി. 2-3 ദിവസം അത് അങ്ങനെ തന്നെ നിന്നു, ചുമരിൽ ചാരി, അസ്മയുടെ കിടപ്പുമുറിയിൽ. പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പറിച്ചു നട്ടു. ഉണങ്ങിയ ചാണകവും ചാരവും ചേർത്തു. പതിവായി നനയ്ക്കുമ്പോൾ അതിൽ പുതിയ ഇലകൾ മുളച്ചു. പിന്നെ ഞങ്ങൾ എല്ലുപൊടിയും പച്ചില കമ്പോസ്റ്റും ചേർത്ത് അങ്ങനെ ആ മാവിൻ തൈ ഈ വിധം മരമാക്കി വളർത്തി. തികച്ചും അത്ഭുതം. വൃദ്ധൻ മരിക്കുന്നതിന് മുമ്പ് ദാഹം ശമിക്കാത്ത ഒരു മാവിൻ തൈക്ക് വെള്ളം കൊടുത്തു. ഞാനത് ഓർക്കും. ഞാൻ യാത്ര പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നിൽ നിന്ന് ആരോ എന്നെ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. റഷീദിന്റെ മകൻ എന്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ 4 പഴുത്ത മാമ്പഴങ്ങൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എനിക്ക് നൽകി. നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി. നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ? അതെ, ഒരു കോളേജിൽ. എന്താണ് നിന്റെ പേര്? യൂസഫ് സിദ്ദീഖ്. യൂസഫ് സിദ്ദീഖ്? അതെ, യൂസഫ് സിദ്ദീഖ്. ഇതാണ് തന്മാവെന്ന കഥ. ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുന്നു. കേട്ടവർക്ക് കേട്ടതിന്റെ വെളിച്ചത്തിൽ തുടർ ചർച്ചയുടെ സമയം വരുമ്പോൾ അഭിപ്രായങ്ങൾ പറയാം. ഏതായാലും പ്രസിദ്ധനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ അറിയപ്പെടുന്ന ഒരു കഥയായിട്ടാണ് ഇത് മാനിക്കപ്പെടുന്നത്. സന്തോഷപൂർവ്വം നിങ്ങൾക്ക് സമക്ഷം ഞാനിത് അവതരിപ്പിച്ച് പൂർത്തീകരിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് അടുത്ത കഥയോടെ കേട്ടിട്ട് ഡിസ്കഷൻ പോകാം സാർ. ഓക്കെ, എങ്ങനെയാണ് റോയ് സാർ? ജോഷിയാരാണ്ട് പറഞ്ഞു. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറയുന്നത്. കഥകൾ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, കഥ കഴിഞ്ഞിട്ട് ഡിസ്കഷൻ സാറ് പറയുന്നത്. ഓക്കെ സാറേ, ഞാന് ഈ രാജസദസ്സുമായി ബന്ധപ്പെട്ട് ഒത്തിരി കഥകൾ കേട്ടു. അതിലൊരു കഥയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെയുള്ള എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു കഥ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഏത് രാജസദസ്സിലും പല കാര്യങ്ങളും ചർച്ച ചെയ്യും. അത് രാജാവിൻ്റെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. അത്
മറച്ചു പറയാൻ ആരും ധൈര്യപ്പെടുകയില്ല. എല്ലാം രാജാവിനെ പിന്താങ്ങിയാണ് ഈ കഥകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒന്ന് സമ്പന്നതയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ രാജാവിന് തോന്നുകയാണ് ചില കാര്യങ്ങൾ മന്ത്രിമാരെയൊക്കെ വിളിച്ച് സദസ്സൊക്കെ ശേഷം ചില കാര്യങ്ങൾ നമുക്കറിയണം, അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് സദസ്സിൽ രാജാക്കന്മാരുടെ ഒരു ഹോബി ആയിട്ടാണ്. അപ്പൊ അങ്ങനെ ഏത് രാജാവാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും ഈ രാജാവ് തൻ്റെ മന്ത്രിമാരെയും ഉപദേഷ്ടാക്കളെയും എല്ലാരെയും വിളിച്ചിരുത്തി എനിക്ക് ഒരു കാര്യം അറിയാം. ഒരാൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം ഏതാണ് എന്ന് എനിക്ക് അറിയണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കണം. അപ്പൊ രാജാവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഓരോരുത്തരും എന്താണ് രാജാവ് ഇങ്ങനെ ചോദിക്കാൻ കാരണം? മനുഷ്യ സഹജമായ സന്തോഷം എല്ലാവരും പലപ്പോഴും ഉണ്ടാവും. എന്നാലും അത് ഏതാണ് കൂടുതൽ സന്തോഷം തരുന്ന അവസരം എന്ന് നമുക്കറിയണം. അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നി. സുന്ദരിമഴയായ തരണീമണികളുമായി സമയം ചെലവഴിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നി. മദ്യത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഇതെല്ലാം ഇങ്ങനെ പല ആൾക്കാരും അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോ ബാക്കി എല്ലാവരുടെ അഭിപ്രായങ്ങളും അപ്പൊ അവരവരുടെ ഓരോ സന്തോഷം തരുന്ന നിമിഷങ്ങളെ കുറിച്ച് ഓരോരുത്തർ പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഇനി വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം അതെന്താണെന്ന് വെച്ചാൽ, മദ്യലഹരിയിൽ തരണീമണികളുമായി ചെലവഴിക്കുന്ന നിമിഷമാണ് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ഭാഗം എന്ന് ഞാൻ പറയും. അപ്പൊ രാജാവ് പറയുന്നതിന് ധിക്കരിക്കാൻ പറ്റത്തില്ല. എങ്കിലും രാജാവ് പറഞ്ഞ കാര്യം ശരിയാണ്. അതൊരു സുഖം, അതാണ് അതല്ലേ? അപ്പൊ അതെ. അപ്പോ രാജാവിനെ ധിക്കരിക്കാനും പറ്റിയല്ല. എന്നാല് ഈ അഭിപ്രായം വേറെ പറയണമെന്നൊരു ഒരു വ്യക്തിക്ക് തോന്നി. രാജാവ് പറഞ്ഞതാണ് ശരി, പക്ഷെ അത് പറയാൻ പറ്റില്ല, അനുഭവിച്ചറിയാനേ പറ്റുകയുള്ളൂ എന്നാണ് ഇയാൾ പറഞ്ഞത്. അതെന്താണ് അനുഭവിച്ചറിയണം? പറയാൻ പറ്റാതെ അനുഭവിച്ചറിയുന്നത് എന്താണ്? അങ്ങനെ ഒരു സന്തോഷം എന്താ? അല്ല, അനുഭവിച്ചല്ലേ അറിയുന്നത്. അതെ. അപ്പോ ആരെവിടെ വരൂ, ഇദ്ദേഹം പറഞ്ഞ ആ സുഖം അനുഭവിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. രാജാവിന്റെ സുഖ സൗകര്യങ്ങൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അതിന് അനുഭവിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആണെന്നൊക്കെ ഉരുട്ടിപ്പുരട്ടി പറഞ്ഞു. ഏതായാലും തരണീമണികൾ വരട്ടെ, ഇഷ്ടപ്പെട്ട മദ്യങ്ങൾ വരട്ടെ, എല്ലാവിധ സൗകര്യങ്ങളും ഒരു മുറിയിൽ ഉണ്ടാക്കിയതിന് ശേഷം മറ്റാരുടെയും ശല്യമില്ലാതെ രാജാവ് ഇതിനകത്ത് ഇരിക്കണം. അപ്പൊ ആരും കാണാൻ വരാൻ മേല, ഒന്നും വരാൻ മേല. ഉടനെ എല്ലാം വാതിലും ഒക്കെ പൂട്ടി ബന്ധവസാക്കി തരണീമണികളെയൊക്കെ ഇട്ട് വെച്ച് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. രാജാവ് അങ്ങനെ ഈ നിർവൃതിയിൽ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് രാജാവ് പറഞ്ഞു, കതക് തുറക്കൂ എന്ന് പറഞ്ഞു. എന്താണ്? രാജാവിനല്ലോ അറ്റാക്കോ വല്ലോ ഈ സുഖം അനുഭവിച്ച സമയത്ത് വന്നതാലും എന്ത് പറ്റി? വേഗം തുറക്കൂ എന്നാ രാജാവ് പറയണേ. ഇപ്പൊ ഇനി അപ്പോ എല്ലാരും വന്ന് പോയി, രാജാവിന് എന്ത് പറ്റിയ കൊച്ചു ഇതാണ് ഈ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഉടൻ തന്നെ ചെന്ന് താക്കോലെടുത്ത് മുറി തുറന്നതും രാജാവ് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടമാണ് ഓടി. അപ്പൊ എല്ലാരും പുറകെ പോയി. ഇതെന്താ രാജാവിന് എന്ത് പറ്റി? വേറെ വല്ല കുഴപ്പമില്ല, എന്നാ പറ്റിയെന്ന് അറിയാൻ പറ്റില്ല. ഇനി മദ്യത്തിന്റെ ലഹരിയിൽ വേറെ വല്ല വിഷയം പറ്റിയതാണോ, ഇനി സ്ത്രീകൾ വല്ല ഉപദ്രവിച്ചു, എന്താ വിഷയം എന്നറിയാൻ പറ്റില്ല എന്ന് വെച്ചപ്പോ രാജാവ് തന്റെ ടോയ്ലറ്റിൽ കയറി വാതിലടച്ചു. ഇപ്പൊ എല്ലാരും ഇങ്ങനെ കാത്തു നിൽക്കുക പുറത്ത്, എന്താ എന്നറിയാൻ വേണ്ട. ഉടനെ വാതില് തുറന്നിറങ്ങിയ രാജാവ് ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. എന്താ? അപ്പൊ അതായത്
ഈ സുഖകരമായ അന്തരീക്ഷത്തിൽ ഇതെല്ലാം കഴിഞ്ഞോണ്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ സുഭിക്ഷമായിരുന്നത് രാജാവിന് വെളിക്കിറങ്ങണമെന്ന് തോന്നി. ഇത് പുറത്തു പോകാൻ ഒരു മാർഗവും ഇല്ലല്ലോ. അപ്പൊ രാജാവ് ഇങ്ങനെ ഇരിക്കുമ്പോഴും ഈ പറഞ്ഞോണ്ട് ഒതുക്കി പിടിക്കാനൊക്കെ നോക്കി, രക്ഷയില്ല. ഈ കാരണം ഇതിനിടയ്ക്ക് ഇതിനൊക്കെ പോകാന്ന് പറഞ്ഞിരിക്കും. അവസാനം ഗത്യന്തരമില്ലാണ്ടായപ്പോഴാണ് രാജാവ് വാതിൽ തുറക്കാനായിട്ട് പൊട്ടി വിളിച്ചത്. തുറന്നത് മൂടി ടോയ്ലറ്റിൽ പോയി ഈ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞപ്പോൾ അനുഭവിച്ച സുഖമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സുഖം. ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, അനുഭവിച്ചറിയാനേ പറ്റുകയുള്ളൂ എന്ന് രാജാവ് പറഞ്ഞു. ഇതാണ് ഞാൻ ഓർമ്മിച്ചതും ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചതായ കഥ. അപ്പോ വിഷമസന്ധികളിൽ തരണം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സുഖമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം എന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ കഥ കൊണ്ട് ഉദ്ദേശിച്ചത്. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഒരു കഥയും കൂടെ നമുക്ക് കേൾക്കാം. ജോർജ് സാർ. ഹായ്, താങ്ക് യു സാബു സാർ. വളരെ നാളുകൾക്ക് ശേഷം ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് വരാൻ, ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് അവസരം തന്ന സാബു സാറിനോട് പ്രത്യേകം നന്ദി ആദ്യമേ അറിയിക്കട്ടെ. എന്നും എല്ലാ ആഴ്ചയിലും കഥ കേൾക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഒരു കഥയും ഇല്ലാതെ പോയ ഒരു കഥാകാരനാണ് ഞാനെന്ന് ചിലപ്പോഴെങ്കിലും. എന്തായാലും ഇന്ന് അങ്ങനെ ഒരു അവസരം, ഇപ്പോൾ റോയ് സാറും സൂചിപ്പിച്ചതുപോലെ ആദ്യമായ ഒരു പ്രസൻറ്റേഷൻ. സാരമില്ല, കഥാപുസ്തകമൊക്കെ നോക്കി നടന്നിട്ട് അങ്ങനെ ഒന്നും ഇല്ല എൻ്റെ കൈവശം എന്നുള്ളത് ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. സാരമില്ല, എങ്കിലും മനസ്സെ റിലാക്സ് പ്ലീസ് എന്ന സ്വാമി സുഖബോധാനന്ദയുടെ ഒരു ബുക്ക് എനിക്ക് കിട്ടി. അതിനകത്ത് അയാളിങ്ങനെ പറയുന്നുണ്ട്, നാം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ജീവിതം അനുദിനം പ്രശ്ന സങ്കുലിതമാവുകയാണ്. എന്നാൽ ശരിയായ രീതിയിൽ ലക്ഷ്യബോധത്തോടെ ജീവിതം നയിച്ചാൽ ഉന്നത വിജയം നിശ്ചയം. വിഷമസ്ഥിതികളെ അഭിമുഖീകരിക്കുമ്പോൾ പോലും നമ്മൾ എങ്ങനെയാണ് അനായാസമായിരിക്കുന്നത്? നമുക്ക് ലോകത്തെ മാറ്റാനാവുമോ? ജീവിതത്തിലെ അപൂർണതകളോടൊത്ത് സമാധാനമായിരിക്കുവാൻ കഴിയുന്നത് എങ്ങനെ? ദുഃഖം തെറ്റായ ഒരു നിലപാടാണ്. സന്തോഷം ശരിയായി കരുതുന്ന ഒരു നിലപാടാണ്. അധ്യാപകനും വിദ്യാർത്ഥിയും നമ്മളിൽ തന്നെ കുടികൊള്ളുന്നു. ആദ്യം പറഞ്ഞത് കേന്ദ്രത്തിലോ പരിസരത്തിലോ. ബുദ്ധൻ, ക്രിസ്തു, കൃഷ്ണൻ, സൂഫി, താവോ, സെൻ തുടങ്ങിയവരുടെ ഒക്കെ ഉൾക്കാഴ്ചകൾ മനസ്സിൻ്റെ അത്യുന്നത അവസ്ഥകളെ പ്രതിനിധീകരിക്കുന്നതാണ്. ഇവിടെ റോയ് സാർ പറഞ്ഞതുപോലെ സന്തോഷവുമായി ബന്ധപ്പെട്ട ഒരു കഥയായി പറയാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് സന്തോഷം? ഒരു ദിവസം മുല്ല നസറുദ്ദീൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് സുഹൃത്ത് ചോദിച്ചു, എന്താ സങ്കടം? മുല്ല പൊട്ടിക്കരയാൻ തുടങ്ങി. അമ്മാവൻ തൻ്റെ സ്വത്തെല്ലാം എൻ്റെ പേരിൽ എഴുതി വെച്ചുകൊണ്ട് കഴിഞ്ഞ മാസം മരിച്ചുപോയി. അതിനെന്തിനാ സങ്കടപ്പെടുന്നത്? ഇത്രയും സ്വത്ത് നിങ്ങൾക്ക് ലഭിച്ചതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നിങ്ങളുടെ അമ്മാവനാണെങ്കിൽ 80 വയസ്സുമായി. നിങ്ങൾക്ക് എൻ്റെ ദുഃഖം മനസ്സിലാവില്ല. എൻ്റെ പേരിൽ 1 ലക്ഷം രൂപയ്ക്ക് ഉള്ള സ്വത്ത് എഴുതി വെച്ച് എൻ്റെ ഇളയച്ചൻ മരിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് എന്നായി മുല്ല. ഇതും പറഞ്ഞ് കൂടുതൽ ഉച്ചത്തിൽ കരയാനും തുടങ്ങി. സുഹൃത്തിന് വല്ലാത്ത വിഷമം തോന്നി. ഇയാളെക്കുറിച്ച് സഹതപിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഇളയച്ചനെ എനിക്കറിയാം, 75 വയസ്സായില്ലേ? സ്വത്ത് ലഭിച്ചതോർത്ത് സന്തോഷിക്കാതെ ഇങ്ങനെ കരയുന്നത് എന്തിനാ? മൂഢനെ പോലെ മുല്ല കരയുന്നത് കണ്ട് സുഹൃത്തിന് അല്പം ശുണ്ടി വന്ന് തുടങ്ങിയായിരുന്നു. മുല്ല പറഞ്ഞു, ഇതിലും വലിയൊരു ദുഃഖമുണ്ട്. 100 വയസ്സായ എൻ്റെ മുത്തച്ഛൻ 2 ലക്ഷത്തിലധികം ഉറുപ്പികയ്ക്കുള്ള സ്വത്ത് എനിക്ക് എഴുതി വച്ചിട്ട്
ഇന്നലെ മരിച്ചു. സുഹൃത്തിന് ഇതുകൂടെ കേട്ടപ്പോഴാണ് വെറുപ്പ് കൂടുതലായത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? മുല്ല കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, ധനികരായ എൻ്റെ അമ്മാവനും ഇളയച്ഛനും മുത്തച്ഛനും മരിച്ചുപോയി. ഇനി എൻ്റെ പേരിൽ സ്വത്ത് എഴുതി തരാൻ ആരുമില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരഞ്ഞത്. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു തത്വം ഉത്ബോധിപ്പിക്കുവാനാണ് ഈ കഥ പറയുന്നത്. നമ്മളാണ് നമ്മുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും അതിര് നിശ്ചയിക്കുന്നത്. ആ അതിർത്തി നമ്മുടെ വരുതിയിലല്ലാത്തതായാൽ അത് വളർന്നുകൊണ്ടേയിരുന്നാൽ നമുക്ക് ശാന്തിയോ സമാധാനമോ ലഭിക്കില്ല. ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിച്ചു നോക്കൂ, അത് തങ്ങി നിൽക്കാതെ ഒഴുകിപ്പോകും. മനസ്സിൽ തൃപ്തിയില്ലെങ്കിൽ എത്ര സന്തോഷമുണ്ടായാലും അത് തങ്ങി നിൽക്കില്ല. അത്തരം മനസ്സ് ശോകമയമായിരിക്കും. തനിക്കില്ലാത്തത് എന്താണോ അതിനെക്കുറിച്ചാവും ഖേദം. ഈ വിചാരം ഉള്ള സന്തോഷം കൂടി ഇല്ലാതാക്കും. പാത്രത്തിൻ്റെ ദ്വാരമൊന്നടച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴേക്കും അത് നിറഞ്ഞു തുടങ്ങും. മനസ്സിലെ സ്വാർത്ഥതകളായ കറുത്ത പുള്ളികളെ ഇല്ലാതാക്കിയാൽ ഉള്ളിൽ സന്തോഷം നിറയും. അപ്പോൾ എനിക്ക് സന്തോഷമാണ് എന്ന് പറയാനാകും. ഇത് കിട്ടിയാലേ എനിക്ക് സന്തോഷമാവൂ, അത് സാധിച്ചാലേ എനിക്ക് സന്തോഷമാവൂ എന്നിങ്ങനെ നമ്മുടെ തലമണ്ടയ്ക്കകത്ത് കയറിക്കൂടുന്ന ചില സംഗതികളാണ് കരിമ്പുള്ളികൾ. സന്തോഷം എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്നാണ് ചില ചെറുപ്പക്കാർ അർത്ഥം കൽപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ പോകാൻ വിസ കിട്ടിയാൽ സന്തോഷമാകും. അതായത് വിസ കിട്ടും വരെ സന്തോഷം നീട്ടിവെച്ചിരിക്കുന്നു എന്നർത്ഥം. വരാൻ പോകുന്ന ഒരു സംഗതിയിൽ മാത്രം സന്തോഷം ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് ഓട്ടപാത്രമാകുന്നു. സന്തോഷമെന്ന വെള്ളം മുഴുവൻ ചോർന്നു പോകുന്നു. ഇത്തരം കഴിമ്പുള്ളി മനസ്സുള്ള ചെറുപ്പക്കാർ വിസ കിട്ടിയാലും സന്തോഷിക്കില്ല. അടുത്ത നിമിഷം പറയും, അമേരിക്കയിൽ ജോലി കിട്ടിയാലേ സന്തോഷമാവൂ എന്ന്. വേറൊരു കാരണം പറഞ്ഞ് ഇവർ തങ്ങളുടെ സന്തോഷം വീണ്ടും നീട്ടിവെക്കുന്നു. അമേരിക്കയിൽ ജോലി കിട്ടിയാലോ, ഗ്രീൻ കാർഡ് കിട്ടിയാലേ സന്തോഷമാവും എന്നാവും. അതും കിട്ടിയാലാകട്ടെ അമേരിക്കൻ ജീവിതത്തിൽ സന്തോഷമേ ഇല്ലെന്നാവും. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ എല്ലാം ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ജീവിതത്തിലാണ് സന്തോഷം എന്ന് പറയാൻ തുടങ്ങും. ഇങ്ങനെ സദാ സന്തോഷം നീട്ടിവെച്ചുകൊണ്ടേയിരിക്കും. വേറെ ചിലരുണ്ട്, വിൽപ്പന ചരക്കാണ് സന്തോഷം എന്ന് കരുതുന്നവർ. മദ്യം, സിഗരറ്റ് മുതലായവയിൽ സന്തോഷം കാണുന്നതാണ് അവർ. ഇത്തരക്കാരെ കാണുമ്പോൾ രമണ മഹർഷി പറഞ്ഞ ഒരു കഥ ഓർമ്മ വരുന്നു. ഒരു ധനിക ഗ്രഹത്തിൽ അരുമയായി വളർന്ന നായ്ക്ക് യഥാസമയം കിട്ടിയിരുന്ന ഭക്ഷണത്തിൽ അതൃപ്തി തോന്നി. അത് വീട്ടിൽ നിന്നും ഓടിപ്പോയി. ഇഷ്ടപ്പെട്ട ഭക്ഷണം തേടി തെരുവ് തോറും അലഞ്ഞു നടന്നു. എത്ര അലഞ്ഞു നടന്നിട്ടും അതിനിഷ്ടപ്പെട്ട ഭക്ഷണം എന്നല്ല, തെരുവ് നായ്ക്കളുമായി കടിപിടി കൂടി എച്ചിൽ പോലും കിട്ടാതെ ഒടുവിൽ ഉണങ്ങിയ ഒരു എല്ലിൻ കഷ്ണം കിട്ടി. അത് കടിച്ചു വലിച്ച് അവൻ്റെ വായ മുറിഞ്ഞു. ചോര ഒഴുകാൻ തുടങ്ങി. എല്ലിൽ നിന്നാണ് അത് വരുന്നതെന്നറിയാതെ, എല്ലിൽ നിന്നാണെന്ന് അത് വരുന്നതെന്ന് കരുതിയ നായ പിന്നെയും പിന്നെയും എല്ല് കടിച്ചു വലിച്ചുകൊണ്ടേയിരുന്നു. ചോര വാർന്നൊഴുകി. നായ അത് കുടിച്ച് രസിച്ചു. ഇത് കണ്ട് ആ വഴി വന്ന ഒരാൾ, ഈ ചോര നിന്റെ വായ മുറിഞ്ഞാണ് വരുന്നത് എന്ന് പറഞ്ഞു. നായയെ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല. നായ പറഞ്ഞു, ഈ എല്ലിൻ കഷ്ണം കടിക്കും വരെ ഞാൻ ചോരയുടെ രുചി അറിഞ്ഞിട്ടില്ല.
അതിനാൽ ഈ ചോര എല്ലിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നീ എന്നെ കബളിപ്പിക്കുകയൊന്നും വേണ്ട. നായ ആവേശപൂർവം എല്ല് കടിച്ചു വലിച്ചു. സ്വയം നശിച്ചുകൊണ്ട് താൽക്കാലികമായ സന്തോഷം തേടി ഓടുന്ന ഇത്തരം മനുഷ്യരും നമ്മുടെ ഇടയിലുണ്ട്. ഇതിനെയാണ് ഡോഗ്സ് ലോജിക് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ നായിക എല്ലൻ കഷ്ണത്തിൽ നിന്ന് ലഭിച്ച സന്തോഷവും മനുഷ്യർക്ക് മദ്യം, സിഗരറ്റ്, മറ്റ് ലഹരി വസ്തുക്കൾ മുതലായവയിൽ നിന്നും ലഭിക്കുന്ന സന്തോഷവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? താങ്ക് യു. ഇത്രയും പറഞ്ഞ് ആ കഥ അവിടെ അവസാനിക്കുക. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നമ്മൾ 3 കഥകളാണ് കേട്ടത്. ഒരു കഥ സുഖത്തെക്കുറിച്ചും, ഒരു കഥ സന്തോഷത്തെക്കുറിച്ചും, ഒരു കഥ തേന്മാവിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നതിനെ കുറിച്ചുമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ 3 തരത്തിൽ തേന്മാവ് എന്ന് പറയുന്ന ബഷീറിന്റെ കഥ, അതുപോലെ തന്നെ സുഖം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് റോയ് സാർ പറഞ്ഞതിന്റെ ആശയത്തിലുണ്ട്. ജോർജ് സാർ പറഞ്ഞതിൽ സന്തോഷം എങ്ങനെ സ്വീകരിക്കാം. അപ്പൊ 3 കഥകളും നമ്മൾ കേട്ടു. നമുക്ക് അതിന്റെ ചർച്ചകളിലേക്ക് പോകാം. ആർക്കാണ് ആദ്യം പറയാൻ പറ്റുന്നത്? സാധാരണ റോയ് സാർ ആണ് ആദ്യം പറയുന്നത്. ഇന്നിപ്പോ റോയ് സാർ കഥ പറഞ്ഞുകൊണ്ട് വേറെ ആരെങ്കിലും? ഞാൻ പറയാം. ഞാന് പുറകിൽ നിന്ന് തുടങ്ങാം. ജോർജ് സാറ് മുല്ല കഥകളിലെ വളരെ സുന്ദരമായിട്ട് ഒരു സാരോപദേശമാണ് അവതരിപ്പിച്ചത്. ഒരുപക്ഷെ ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് റോയ് സാർ പറഞ്ഞത്. എന്റെ ഇതിവൃത്തം നമ്മൾ പറയുമ്പോൾ മനുഷ്യന്റെ ആ സുഖാന്വേഷണം, എവിടുന്ന് സുഖം കിട്ടുമെന്ന് വിചാരിച്ച് പരക്കം പായുകയാണ്. യഥാർത്ഥത്തിൽ സുഖം നമ്മുടെ കൂടെ തന്നെയാണുള്ളത്, സന്തോഷം നമ്മുടെ കൂടെ തന്നെയാണുള്ളത്. സന്തോഷം അത് കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് അതിന്റെ രണ്ടിന്റെയും മുഖ്യ സാരോപദേശം. രണ്ടാമത്തെ കഥയിൽ റോയ് സാറ് പറഞ്ഞ കഥ, അവിടെ ഞാന് കുറച്ചു കാലം മുമ്പ് വാട്സപ്പിൽ തന്നെ വന്ന ഒരു ചെറിയ ഒരു കുറിപ്പാണ് ഓർക്കുന്നത്. ജീവിതത്തിൽ അത് ഏതോ ഒരു വലിയൊരു സൈക്കോളജിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ആയി ഞാൻ ഗണിക്കുന്നത് അതിരാവിലെ പരസഹായം കൂടാതെ ടോയ്ലറ്റിൽ പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ നമ്മളത് ഞാന് അങ്ങനെ ഒന്ന് കേട്ടപ്പോഴാണ് അതിന്റെ വളരെ ശരിയല്ലേ അത്. ഒരാളിന്റെ സഹായം കൂടാതെ നേരെ നമുക്ക് തന്നെ എഴുന്നേറ്റ് പോയി നമ്മുടെ ആ ശൗചകർമ്മം നിർവഹിക്കാൻ സാധിച്ചാൽ അതുണ്ടാക്കുന്ന നിർവൃതി, വാസ്തവത്തിൽ അത് ചെറിയ കാര്യമായിട്ടോ അത് വലിയ കാര്യമല്ലെന്നും പലരും ധരിക്കുന്നു. 4 ദിവസം ഈ വയറ് ശോധന നടക്കുന്നില്ലെന്ന് വിചാരിക്കുക. 4 വേണ്ട, 1 ദിവസം നടക്കാതിരുന്നാൽ മതി. ഇനി നമുക്ക് നടക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് തനിയെ എഴുന്നേറ്റ് പോകാൻ പറ്റാതെ വരുന്നെങ്കിൽ, ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്കതിന്റെ തീക്ഷ്ണത വളരെ കാര്യമായിട്ട് അറിയാം. അപ്പോൾ ജീവിതത്തിലെ വളരെ അപ്രസക്തമെന്ന് തോന്നുന്ന യഥേഷ്ടം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ കർമ്മം അതിന് പറ്റാതെ വരുമ്പോഴാണ് അതിന്റെ ആ വലിപ്പം നമ്മളറിയാം. ഇവിടെ മഹാരാജാവ് വലിയ വലിയ ആളാണ്, വലിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സുഖതേടിയുള്ള അലച്ചിലിനിടയിൽ ഉണ്ടായ ഈ ശങ്ക, അത് അദ്ദേഹത്തെ വലിയൊരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുന്നു. ഇത് തന്നെ ഇതിനേക്കാൾ കുറെ കൂടി ആ ആശയത്തെ അവതരിപ്പിക്കുകയാണ് ജോർജ് സാർ ചെയ്തത്. പിന്നെ സുഖം നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്, അന്വേഷിച്ച് അലഞ്ഞ് നടക്കേണ്ടുന്ന കാര്യമില്ല. കണ്ടെത്താനായിട്ട് ഉള്ള ഒരു തുറവി ഏവർക്കും ഉണ്ടെങ്കിൽ അത് സാധിക്കും എന്നാണ്. വളരെ നല്ല കഥകളാണ് രണ്ടിന്റെയും അംശങ്ങൾ
മനുഷ്യ സമൂഹം ഉൾക്കൊണ്ടാൽ എത്രയോ മഹത്തരമാണ്. സുഖം തേടി അലയുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നും കിട്ടിയിട്ടും പോരാ എന്ന് പറയുന്നവരുടെ ഒരിടയിൽ 10 കിട്ടിയാൽ 100 വേണമെന്നും 100 കിട്ടുമ്പോൾ അത് 1000 ആകണമെന്നും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, സംതൃപ്തിയില്ലാത്ത ആളുകൾ, അയലോക്കത്തെ മതിലിനപ്പുറത്ത് എന്ത് നടക്കുന്നു എന്നും അവരുടെ സുഖം കണ്ടിട്ട് എനിക്കിതൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന, ഭ്രമിപ്പിക്കുന്ന അത്തരത്തിലുള്ള കാലഘട്ടം, വിപണിയുടെ കാലഘട്ടം, മാർക്കറ്റിന്റെ കാലഘട്ടം, പരസ്യങ്ങളുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഒക്കെ നമുക്ക് ഈ കഥ വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നു. ഞാൻ അവതരിപ്പിച്ച കഥയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് മരം, വൃക്ഷത്തെ സ്നേഹിക്കണമെന്നുള്ളതാണ് ബഷീർ ഉദ്ദേശിച്ചത്. മറ്റ് ആരാധനകളൊന്നും അദ്ദേഹം ഉദ്ദേശിച്ചില്ല. മരിക്കാൻ പോകുന്ന അവസരത്തിൽ പോലും ഒരു വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന് കുടിക്കാൻ കിട്ടിയ വെള്ളത്തിൽ നിന്ന് പാതി മരത്തിനൊഴിക്കാനായിട്ട് തയ്യാറായി. ഇത്രയൊക്കെയുള്ള വലിയ സ്നേഹം ലോകത്തിൽ നമുക്കുണ്ടോ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ? ഡിസംബർ മാസത്തിന്റെ 19-ാം തീയതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും കടുത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ അതിഭയങ്കരമായ വെള്ളപ്പൊക്കം ചില ഇടങ്ങളിൽ. കുറച്ചു ദിവസം മുമ്പ് മദ്രാസിലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തെക്കൻ തമിഴ്നാട്ടിലേക്ക് മാറുന്നു. പല പ്രദേശങ്ങളും നമുക്ക് കാലാവസ്ഥയൊന്നും പ്രവചിക്കാൻ പറ്റുന്നില്ല. പണ്ട് സെപ്റ്റംബർ മാസം പകുതി കഴിഞ്ഞാൽ മഴയില്ലായിരുന്നു. ഇന്ന് രാവിലെ ന്യൂസിൽ കേട്ടു മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിടാൻ പോകും. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പ്രകൃതിയോട് മനുഷ്യൻ എത്രയോ ക്രൂരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ ചർവണം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. എന്നിട്ടും പ്രകൃതിയോടുള്ള സ്നേഹം എവിടെ എന്നുള്ളത് ഒരു ചോദ്യമാണ്. മരത്തെ നമുക്കൊന്ന് സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിലെ മാവോ ചക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പഴുക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അരികൾ അതിൻ്റെയൊക്കെ ഉണ്ട്. യാത്ര പോകുമ്പോൾ ദയാൽ സാർ പറഞ്ഞ ഒരു സംഭവമായിട്ടാണ് ഞാനിതിനെ ഓർക്കുന്നത്. യാത്ര ആ കാലയളവിൽ പോകുമ്പോൾ ചുമ്മാ ഈ ചക്കക്കുരുവും മാങ്ങായും ഒക്കെ വണ്ടിക്കകത്ത് എടുത്ത് വെച്ചേക്കുക, പോകുന്ന വഴിക്ക് റോഡമ്പിലേക്ക് വലിച്ചെറിയുക. അവിടെ അത് കെളുത്തോളും. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയോജനമുണ്ടാകും. 80 വയസ്സുള്ള യൂസഫ് സിദ്ദിഖ് മരിച്ചുപോയി. അയാൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിലെ മാങ്ങ തനിക്ക് തിന്നാമെന്നുള്ളൊരു വിചാരമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം തനിക്ക് കിട്ടിയ വെള്ളത്തിന്റെ പകുതി അവിടെ ഒഴിച്ചു. നമ്മള് കാണുന്ന മരം വെട്ടാനും കാണുന്നതെല്ലാം നശിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ പകുതി ഒഴിച്ചില്ലെങ്കിലും അല്പമെങ്കിലും ഒഴിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നായിരിക്കട്ടെ ഈ ക്ലാസിക് കഥ. ഞാൻ നിർത്തുന്നു. എല്ലാവിധ ഭാവുകങ്ങൾ കഥ പറഞ്ഞ 2 പേർക്കും നേരുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു സാർ. രാജു സാർ കേൾക്കുന്നുണ്ടോ? 3 കഥകളും കേട്ടോ? കേട്ടു. ഇടയ്ക്കാണ് പ്രശ്നമില്ലായിരുന്നു. ആദ്യം ആദ്യത്തെ കഥ സാർ പറഞ്ഞതായിട്ടുള്ള ബഷീറിന്റെ എന്നുള്ള കഥയായിരുന്നു. മറ്റൊന്ന് ഞാൻ ബഷീറിന്റെ സമ്പൂർണ്ണ കൃതികളുടെ അവതാരിക എഴുതിയ പ്രൊഫസർ എം.എൻ. വിജയൻ സാർ അവതാരികയ്ക്ക് കൊടുത്തിരിക്കുന്ന ബഷീർ എന്ന ഒറ്റമരം എന്നാണ്. ബഷീർ എന്ന ഒറ്റമരം. കാരണം മലയാള സാഹിത്യത്തിൽ വളരെയധികം വ്യത്യസ്തനായ ഒരു കഥാകൃത്താണ് ബഷീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കഥകളൊക്കെയും ജീവഗന്ധികളാണ്, ജീവിതത്തിൽ നിന്നും പുറത്തെടുത്തതാണ്. അതുകൊണ്ടാണ് പണ്ടുകാല സഭ എന്ന നോവലിന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി എഴുതിയ അവതാരികയില് പറഞ്ഞിരിക്കുന്നത് ഇത് ജീവിതത്തിൽ നിന്നും ചിന്തിച്ചെടുത്ത ഒരു ഏടാണ്. അതുകൊണ്ട് ഇതിന്റെ വക്കിൽ ചോര പൊട്ടിഞ്ഞിരിക്കുന്നു. ഈ ജീവിതത്തിൽ നിന്നും ചിന്തിയെടുത്ത ഒരു ഏടാണ്. അതുകൊണ്ട് ഇതിന്റെ വക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനും മണ്ണുമായി ബന്ധപ്പെട്ടതായ കഥകളാണ് അദ്ദേഹം
ഇരിക്കുന്നത് ഇതൊപ്പം പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പോൾ മരത്തെക്കുറിച്ച് അതുപോലെ ആ മരം ഒരിക്കലും അതിന്റെ ഫലം തിന്നുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യുകയാണ്. പ്രകൃതി എവിടെ നോക്കിയാലും ഏത് മനുഷ്യനല്ലാതെ ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ദുഃഖിപ്പിക്കുന്നില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ എന്നാണ് എം ടി വാസുദേവൻ നായർ ബഷീറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥകൾ വളരെ വിലപ്പെട്ടതാണ്. അതിന്റെ പേരുകളൊക്കെ തന്നെ വളരെയധികം അതിന് വളരെയധികം നമ്പരസമുള്ളതാണ്. ആനവാരിയും കോമ്പറ്റീഷൻ അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് പേരുകൾ തന്നെ അതിനോട് കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇതെല്ലാം വളരെയധികം നർമ്മബോധത്തോടുകൂടി വിവിധ സത്യങ്ങൾ ഉൾപ്പെടുന്നതായ കഥകളാണ്. അതിലൊന്നാണ് ഈ പറയുന്നത് തേന്മാവ് എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. അതിനുശേഷം 2 കഥകൾ റോയ് സാറിന്റെ കഥ ഞാൻ മുഴുവൻ കേട്ടില്ല എങ്കിൽ അദ്ദേഹം സന്തോഷം എങ്ങനെ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചെടുക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സന്തോഷം. പിന്നെ അന്വേഷിച്ച് നടക്കേണ്ടതായില്ല എന്ന് ഇവിടെ സാർ പറയുകയുണ്ടായി. എപ്പോഴും ഈശ്വരനെ തേടി നടക്കുന്നത് പോലെയാണ്. ഈശ്വരനെ തേടി അങ്ങനെ അഴിഞ്ഞു നടക്കുന്ന അവസാനം നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ഈശ്വരനെന്ന് നമ്മളെ ആബേലച്ചന്റെ ഒരു പാട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു. അതുപോലെയാണ് സന്തോഷവും. ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് സീക്ക് ഹാപ്പിനെസ് ഔട്ട്സൈഡ്, ഡോണ്ട് സീക്ക് പീസ് ഔട്ട്സൈഡ്, സീക്ക് വിത്തിൻ. പുറമേയുള്ള സാഹചര്യമല്ല നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ മറ്റ് ഇതുപോലുള്ളതായ പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അവസാന കഥയും നമ്മുടെ ജോർജ് സാർ പറഞ്ഞ അവസാന കഥയും ഈ പറയുന്നതായ ജോഷി സാർ പറഞ്ഞ പോലെ സന്തോഷത്തെ കുറിച്ച് തന്നെയാണ്. ഇത് 2 കഥകൾ ഏകദേശം ഒരേ മൂല്യമാണ് നമുക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ഈ 2 കഥകൾ വളരെ നല്ല കഥകളാണ്. അതുപോലെ ജോഷി സാർ പറഞ്ഞതായിട്ടുള്ള ബഷീറിന്റെ കഥ, ഈ 3 കഥകൾ വളരെയധികം മനുഷ്യ കേന്ദ്രീകൃതമാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. മനസ്സിന്റെ നന്മയാണ് ജീവിതത്തിന്റെ നന്മ. മനസ്സ് ഊർജ്ജസ്വലമായിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരവും ഊർജ്ജസ്വലമായിരിക്കുന്നത്. മനസ്സ് ശരീരവുമായി അത്രയധികം സമഞ്ജസമായ ബന്ധമുണ്ട്. അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മനസ്സിനെ എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് ഉത്കർഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബാക്ക് ടു സാബു സാർ. താങ്ക് യു വെരി മച്ച് സാബു സാർ. താങ്ക് യു സാർ. വിൻസെന്റ് സാർ കേൾക്കുന്നുണ്ടോ? വിൻസെന്റ് സാർ, വിൻസെന്റ് ജോസ്. ഞാനങ്ങനെ എപ്പോഴും വരാറില്ല, ഉള്ളപ്പോഴൊക്കെ വരാറില്ല. എന്തായാലും 3 കഥകൾ കേട്ടതല്ലേ. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നില്ല സാർ. ഹലോ ഹലോ. സൗണ്ട് കുറവാ, കേൾക്കാം. ഞാൻ ഇത് ഇയർഫോൺ വെച്ച് അത് മാറ്റാം. ഒന്ന് മാറ്റി. കേൾക്കുന്നുണ്ടോ? യെസ് സാർ, യെസ്. ഓക്കെ. ഞാൻ ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്ന കാരണേ ഞാന് ഇത് വെച്ചതാ. സാറ് 3 കഥകളും കേട്ടു. ആദ്യത്തെ കഥ തുടക്കത്തിൽ കേട്ടില്ല, പിന്നെയാണ് കേട്ടത്. ഏതാണ്ട് അവസാനം അയക്കുമ്പോഴാണ് കേട്ടത്. പക്ഷെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ജോഷി സാർ പറഞ്ഞത് വളരെ നന്നായിട്ട് അതിനെപ്പറ്റി അദ്ദേഹം തന്നെ വ്യാഖ്യാനം ചെയ്ത് തരികയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ നമുക്കില്ല. കാരണം വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം അതിന്റെ അർത്ഥം പറഞ്ഞ് ഇതാക്കി തന്നു. രണ്ടാമത് റോയ് സാറിന്റെ കഥ. റോയ് സാറിന്റെ കഥയും ജോസ് സാറിന്റെ കഥയും ഏതാണ്ട് ഐഡന്റിക്കലാണ്. എന്നുവെച്ചാൽ സന്തോഷത്തെക്കുറിച്ചും സുഖത്തെക്കുറിച്ചും ഉള്ള നമ്മുടെ സ്വന്തം അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഈ ജോയ് സാറിന്റെ കഥ കേട്ടപ്പോൾ എനിക്ക് ഒരു പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു സിനിമ, നദി സിനിമയിലാന്ന് തോന്നുന്നു, 1000 പാദസരങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിലൊരു വരിയുണ്ട്, വേർപിരിയുന്ന വേദനയോ വേർപിരിഞ്ഞ നിർവൃതിയോ.
ചില അത് എനിക്ക് തോന്നുന്നത് അത് പ്രസവിക്കുന്ന അതിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ പ്രസവ സമയത്തുള്ള വേദന, വേർപിരിയുന്ന വേദനയും അത് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ വേർപിരിഞ്ഞ നിർവൃതിയും വളരെ നല്ലതായിട്ടാണ് ആ കവി. അത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അത്രയ്ക്കൊന്ന് ജോസഫ് സാറിൻ്റെ ആരെങ്കിലും പറഞ്ഞ തന്നെ ആരാണ് എഴുതിയെന്നൊക്കെ. പക്ഷെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. കാരണം ആ വേർപിരിയുന്ന ആ വേദനയും ആ വേർപിരിഞ്ഞതിന് ശേഷമുള്ള ഒരു നിർവൃതി, ആ അമ്മയ്ക്കുള്ളൊരു നിർവൃതി, അത് ഏതാണ്ട് അതുപോലെയാണ്. നമ്മള് ഓരോ രാജാവിന്റെ കാര്യം പറഞ്ഞപ്പോ അത് കിട്ടിയപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സന്തോഷം, നിർവൃതി, അതാ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതാണ്. രണ്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എങ്കിലും എനിക്ക് എന്റെ മനസ്സിൽ വന്നത്. അതുപോലെ ജോർജ് സാറ് പറഞ്ഞത് സുഖം എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷത്തെ തേടി നടക്കുന്ന ആൾക്കാരാണ്, നീട്ടി വെക്കുന്ന ആൾക്കാരാണ്. എനിക്കതിനിപ്പോ പെട്ടെന്ന് ആ ജോർജ് സാറിന് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, അതിനെ പറ്റിയിട്ട് ഒരു പ്രസന്റേഷൻ എനിക്ക് ചെയ്യണമെന്ന്. നീട്ടി വെക്കുന്ന സുഖ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നീട്ടി വെക്കണം നമ്മുടെ സന്തോഷങ്ങൾ. നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്യണ സമയത്ത്. പക്ഷെ നമ്മുടെ സന്തോഷവും നമ്മൾ അറിയാണ്ട് നമ്മൾ നീട്ടി വെക്കുകയാണ്. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് ആ കഥയിലൂടെ പറഞ്ഞു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വയലാറിന്റെ വരികളാണ്. വയലാർ ദേവരാജന്റെ ഫേമസ് ആയിട്ടുള്ള പാട്ട്. ഓക്കെ, ഇനി ആരാ പറയാനുള്ള? ടോമി സാർ കേട്ടിരുന്നോ? രാജ്കുമാർ സാർ കേട്ടിരുന്നോ? ഓക്കെ, അല്ലെങ്കിൽ ഇനി റോയ് സാർ പറയും. ജോഷി സാറിന്റെ ഈ കഥ കേട്ടപ്പോൾ, അതായത് ബഷീറിന്റെ ഈ കഥ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയതാണ്. ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം. ഇപ്പോഴൊക്കെ പണ്ടൊക്കെ കാരണവന്മാരെന്ന് പറഞ്ഞാൽ അവനവന് കഴിക്കാനല്ല ഇതൊക്കെ പുസ്തകങ്ങളും മറ്റൊക്കെ പൊഴിച്ചു വയ്ക്കുന്ന, അടുത്ത തലമുറയ്ക്കും വേണ്ടിയിട്ടാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ ഉള്ള വൃക്ഷത്തിന്റെ ഫലം എടുക്കാതെ കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കാമല്ലോ, പിന്നെ എന്തിനാ ഇത് പിടിച്ചുകൊണ്ട് നടക്കണം എന്ന് തോന്നുന്ന ഒരു കാലഘട്ടമായിപ്പോൾ. അപ്പോ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ കഥകൾ കേൾക്കുമ്പോൾ വളരെയധികം നമ്മളിൽ ഇതുണ്ടാകും. കാരണം അതൊരു സ്വാർത്ഥതയല്ല, അത് നമ്മള് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വൃക്ഷങ്ങളും മറ്റതും ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ തലമുറകളോ ആയിട്ടുള്ള ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയല്ല. അവരവരുടെ അന്നേരത്തെ ആവശ്യങ്ങൾക്കുള്ളത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ മതി, മറ്റുള്ളവർ കരുതലില്ല. ഇതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാന് പറഞ്ഞ കഥയില് ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, മനുഷ്യൻ ഏറ്റവും കൂടുതൽ വികാരപരമായും അതല്ലാതെയും ശാരീരികമായും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന അവസരത്തില് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്നു. ആ സമയത്തുണ്ടാകുന്ന ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് വളരെ ഇതാണ്. പക്ഷേ അതിന് ഒരു പരിഹാരം കാണുമ്പോൾ നമുക്ക് വരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, ആ ഒരു സുഖം ആണ് ഞാൻ ഈ കഥ കേട്ടപ്പോഴുണ്ടായത്. അത് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എന്തുമാത്രം എല്ലാവരും ഉൾക്കൊണ്ടു എന്നുള്ളത് വിവരം പ്രസന്റേഷൻ്റെ ഇതുപോലെ. ഓക്കെ. പിന്നെ ജോറേഷ് സാറ് പറഞ്ഞ കഥ, ഇത് ഭാഗ്യത്താല് ഇത് രണ്ടും ഒരേ തീമാണെന്ന് പറയുന്നു. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കൺസൾട്ടേഷൻ ഒന്നും നടത്തിയിട്ടില്ല, ഇതിനിടയ്ക്ക് വന്നതാണ്. എനിക്കൊന്നും വായിക്കാൻ പറ്റിയില്ല, എങ്കിലും ഓർമ്മയിൽ വന്ന ഒരു കഥയാണ് സാർ പറഞ്ഞപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോ അതിനകത്ത് എനിക്ക് ഏറ്റവും വളരെ ഇതായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ല് കടിക്കുന്ന പട്ടി ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി എന്ന് പറയുന്ന ആ ഭാഗം വളരെ ഒത്തിരി ആശയങ്ങൾ തരുന്നതാണ്. ഈ എല്ല് കൊണ്ട് വാമുറിഞ്ഞു വരുന്ന ചോരയാണ് ഇത് ആസ്വദിക്കുന്നത്. പക്ഷേ അത് മറ്റൊരാൾ പോയിന്റ് ഔട്ട് ചെയ്ത് തരേണ്ടി വന്നു, ഇത് നിന്റെ ചോര തന്നെയാണ് ഇത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി തരുന്നാലും സമ്മതിച്ചു കൊടുക്കുകയില്ല എന്ന് പറയുന്ന ആ ഒരു ഭാഗം എനിക്ക് വളരെയധികം ഇതായിരുന്നു. സാധാരണ ജീവിതത്തിൽ അങ്ങനെയുള്ള ചില ഉണ്ട്. അപ്പോ മനുഷ്യ ജീവിതത്തിലെ സുഖം തേടുന്നതിനുള്ള ചില കാര്യങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന ചില അനുഭവങ്ങളും ഒക്കെ വളരെ ഭംഗിയായി കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. താങ്ക് യു സാർ, ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ജോർജ് സാർ ഇവിടെ പറയും. സാർ,
സർ, കഥയിലുമുണ്ട് കാര്യം എന്നുള്ളത് ഓരോ കഥ കേൾക്കുമ്പോഴും തോന്നാറുണ്ട്. കഥയിൽ അടങ്ങിയിരിക്കുന്ന കാര്യം കഥ അവതരിപ്പിക്കുന്ന രീതിയിലും അതിന് പ്രത്യേകതയുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. പ്രത്യേകിച്ച് ജോഷി സാറിൻ്റെ ആ പ്രസൻറ്റേഷനിൽ ആ കഥാപാത്രങ്ങളുടെ വികാരമൊക്കെ നമുക്ക് നേരിട്ട് അനുഭവപ്പെടും പോലെയാണ്. ആ വോയിസ് മോഡുലേഷനും ഒക്കെ നല്ല നല്ല ശരിക്കും അതിന് നല്ല നാടകീയത തന്നെ അതിനകത്തുണ്ട്. ഭംഗിയായ അവതരണം. അത് പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അത് ഒരു കേട്ടെടുത്തോളം അറിഞ്ഞെടുത്തോളം മുഴുവൻ പ്രകൃതിയെ വളരെ സ്നേഹിച്ച ഒരു വലിയ മനുഷ്യൻ. ഈ തലമുറയ്ക്ക് അധികം പേര് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്ന് കരുതാവുന്ന വിധത്തിൽ വരെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ കഥ അതിനകത്ത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിൽ പ്രകൃതി എന്ന് പറയുന്ന നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ പ്രകൃതിയെ നമ്മൾ വിഷമിപ്പിക്കാതെ ജീവിക്കാം. പക്ഷേ എല്ലാം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് മുമ്പിൽ ഒന്നും അല്ലാതായി പോകും. എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ഏത് കുറുക്കുവഴിയും തേടാം, ഏത് മാർഗവും സ്വീകരിക്കാം എന്നുള്ള ആ ഒരു സ്വാർത്ഥതയിലാണ് പ്രകൃതിയെ ഇത്രത്തോളം ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പ്രായമായ ഒരാൾ ഇങ്ങനെ ഫലവൃക്ഷ തൈകൾ നടുന്ന കണ്ടപ്പോൾ വഴിയെ പോയ ഒരാൾ ചോദിച്ചു, എന്തിനിങ്ങനെ കഷ്ടപ്പെടണേ, ഇനി ഇതൊക്കെ നട്ടിട്ട് എന്താ കാര്യം? അപ്പോൾ അയാൾ തിരിച്ചു പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ കഴിക്കുന്ന ഫലങ്ങളെല്ലാം ഞാൻ നട്ട മരത്തിൻ്റെതല്ലല്ലോ, മറ്റാരൊക്കെയോ നട്ടു വെച്ചു പോയതിൻ്റെ ഫലമാണ് ഞാൻ തിന്നതിലധികവും. ഇനി വരുന്നവർക്കും ഞാൻ കൊടുക്കേണ്ടതില്ലേ, എൻ്റെ കടം ഞാൻ തീർക്കേണ്ടതില്ലേ എന്ന് പറഞ്ഞതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ഒരു കഥയാണ് ജോഷി സാറ് പറഞ്ഞു. റോയ് സാറ് പറഞ്ഞതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടു. തീർച്ചയായിട്ടും അനുഭവിച്ച ആളുകൾക്ക് മാത്രം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് കഴിയാതെ പോയാൽ ജീവിതം ഇത്ര ഭാരമായി തീരുന്ന ഒരു രംഗം അത് വർണ്ണിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അതിദുസ്സഹം. അങ്ങനെ ഒരു ദിവസം കൂടി പോലും കഴിയാൻ ഇടവരാതിരിക്കട്ടെ എന്ന് തോന്നിപ്പോകും. സത്യത്തിൽ അതനുഭവിച്ചവർക്ക് മാത്രമേ ബോധ്യപ്പെടൂ എന്നുള്ളത് വളരെ സത്യമാണ്. തീർച്ചയായിട്ടും അതിനേക്കാൾ വലിയ സുഖം നേട്ടവും ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ കഥ വളരെ എനിക്ക് പോലും അത്രത്തോളമൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്ന് തോന്നിയില്ല. ഞാനും വായിച്ചു, പറഞ്ഞു, അതങ്ങ് പ്രസൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. എന്നിരുന്നാലും അതിൽ എന്നെയും എൻ്റെ മനസ്സിനെ തട്ടിയ ചില കാര്യങ്ങളുണ്ട്. ഈ ഭൗതിക സുഖം അല്ലെങ്കിൽ താൽക്കാലിക സുഖാന്വേഷണം നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അത് സൂചിപ്പിക്കുന്നുണ്ട്. അത് പക്ഷെ കടിച്ചു തിന്നുന്ന പട്ടിക്ക് അത് അറിയുന്നില്ല. അല്ലെങ്കിൽ ഈ രസാനുഭവത്തിൻ്റെ പുറകെ പോകുന്ന ആ നൈമിഷിക സുഖത്തിന് വേണ്ടി പോകുമ്പോൾ ആരും ഇത് ചിന്തിക്കാറില്ല എന്നുള്ള കാര്യം വലിയ ശരി തന്നെയാണ്. അതുപോലെ തന്നെ സന്തോഷം എന്നുള്ളത് ഈ നിമിഷം ആണ്. ഈ നിമിഷമാണ് ജീവിതം. ഈ നിമിഷമാണ് സന്തോഷിക്കേണ്ടത്. ഇത്രയും സുഖം നാളെ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. അനുകൂല സാഹചര്യങ്ങൾ ഇതിൽ കൂടുതൽ അനുകൂലമാകും എന്ന് ആഗ്രഹിക്കുന്നതും ശരിയല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകത്ത് സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ കഴിവ് തന്നെയാണ്. ആയിരിക്കുന്നിടത്ത് ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക, സുഖമായിരിക്കുക. ഓക്കെ സാർ, ഒരിക്കൽ കൂടെ സാബു സാർ പ്രത്യേകം നന്ദി സാറിനോടും കേട്ടിരുന്ന എല്ലാവരോടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, രാജകുമാർ സാർ പറയൂ. നമസ്കാരം സാർ. കുറെ കാലമായി സാറിന്റെ യജ്ഞം 1000 എപ്പിസോഡിലേക്ക് കടക്കുന്നു എന്നൊക്കെ കണ്ടപ്പോ വല്ലാതൊരു, അന്ന് നമ്മൾ 100-150 വെച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും മുമ്പോട്ട്. അത് സാർ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഇത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യപ്പെടും. എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ് എന്ന് അന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു അത് അടുത്ത തലമുറയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. ശരിക്കും ഈ കഥകളിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അതിലേക്ക് ഇന്നലെ ഇന്നും കയറിയത്. ഇപ്പോ വ്യത്യസ്തമായ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതിന് എപ്പോഴും പരാജയപ്പെടുകയാണ്. പക്ഷെ ഇവിടെ അങ്ങയുടെ ആ ഒരു ഇടപെടൽ വിജയിച്ചു എന്ന് തന്നെ ഞാൻ പറയും. വിജയിച്ചു, 100% വിജയിച്ചു.
10 പേരെ ഉള്ളെങ്കിലും അന്നും നമുക്കറിയാം, അന്ന് 30, 37, 40 നിൽക്കുമ്പോൾ തന്നെ യാത്രകളെ പറ്റിയൊക്കെ അങ്ങ് പറയും, യാത്ര ചെയ്യുന്ന കാര്യങ്ങള്. അപ്പൊ ഏത് മേഖലയിലായാലും അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്, അത് അങ്ങ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി എത്തിച്ചുകൊണ്ടിരിക്കും. ഈ കഥകളുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ജോർജ് സാറും ജോഷി സാറും റോയ് സാറും ഒക്കെ പറയുന്ന കഥകള് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് വലിയ നിധികളാണ്. പുസ്തകങ്ങളിൽ എഴുതി വെച്ചത് വായിക്കാൻ ചിലപ്പോൾ നമുക്ക് ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. ഞാൻ ധാരാളം പുസ്തകങ്ങൾ വാങ്ങിച്ചു വെക്കാറുണ്ട്, വായിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ പൂർത്തിയാക്കാൻ ചിലപ്പോൾ സാധിക്കാറില്ല, പല കാരണങ്ങൾ കൊണ്ടത്. പക്ഷേ ഒരു കഥ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിന്റെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ എഴുതി വെച്ചിട്ട് പോയ ചെറിയ കഥകൾ, ചെറുകഥകൾ, എൻ്റെ വൈഫിന്റെ പെങ്ങളുടെ ഹസ്ബൻഡ് ഒരു ചെറുകഥാകൃത്താണ്, മനോജ് ജാദവേദൻ. ധാരാളം എഴുതും, എഞ്ചിനീയർ ആണെങ്കിലും ധാരാളം എഴുതും, പ്രസിദ്ധീകരിക്കും. പക്ഷെ എനിക്ക് അയച്ചു തരും. ഞാൻ പറഞ്ഞ് എനിക്കിത് വായിക്കാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കണം. ഞാൻ ചോദിക്കുന്നത് എപ്പോഴാണ് സമയം കിട്ടുന്നു? അപ്പം ലോകത്ത് കാണുന്ന സംഗതികളെ കാച്ചിക്കുറുക്കി അടുത്ത തലമുറയ്ക്ക് വലിയ നിധിയായിട്ട് സംഭാവന ചെയ്തു പോയിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അത് കൃത്യമായ ഇടവേളകളിൽ അടുത്ത തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നതിനും വലിയൊരു ആശയം എന്ന് വെച്ചാൽ, നമ്മുടെ സൂം മീറ്റിങ്ങിലൂടെ അങ്ങ് പറഞ്ഞു BSNL വോളണ്ടറി എടുത്തിട്ട് എന്നോട് പറഞ്ഞത് വേറെ പള്ളിയിലച്ഛൻ അല്ലെ ഒരു സുവിശേഷ പ്രസംഗത്തിന് പോകാൻ ആഗ്രഹിച്ചു അല്ലെ, അങ്ങനെ എന്താ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ട് ഇപ്പോഴും അതൊക്കെ ഉണ്ട്, എങ്കിലും അതൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഈ ആളുകളെ ഇത്തരം ആഗ്രഹങ്ങളോട് കൂടി നടക്കുന്ന ഇത്തരം ചിന്തകൾ ലോകത്തിന് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഹത്തുക്കളെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചുകൊണ്ട് ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കേൾക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു വാല്യൂ എത്ര വലുതാണെന്ന് തിരിച്ചറിയും. അങ്ങ് വിജയിച്ചു 100%. 1000 എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ അങ്ങയുടെ ആ ഒരു എഫേർട്ട് അത് ലോകത്തിന് വലിയ മാതൃകയായിട്ട് മാറാൻ പോവുകയാണ്. എങ്ങനെയായിരിക്കും അത് 1000 കടക്കുമ്പോൾ ലോകത്തെ അറിയിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി കൂടി ഒന്ന് ആലോചിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം പല പ്ലാറ്റ്ഫോമുകളും വളരെ പൈസ കെടുത്താണ്. ഇത്ര രൂപ അടച്ചാൽ മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റൂ, ഇത്ര രൂപ അടച്ചാലേ അത് നമുക്ക് റെക്കോർഡ് കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പല പ്ലാറ്റ്ഫോമുകളും ഇപ്പോ സാമ്പത്തികമായി അതിന് നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ 1000 എപ്പിസോഡുകൾ ഫ്രീ ആയിട്ട് ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ട് പോവുകയാണ്. അത് മഹത്തുക്കളായ ധാരാളം ആളുകളുടെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഈ ചെറുകഥകളൊക്കെ ആണെങ്കിൽ അത് കാച്ചിക്കുറുക്കി പറയുമ്പോ ജോർജ് സാറൊക്കെ പറയുമ്പോൾ പണ്ടും പല മേഖലകളിലും പറ്റി സംസാരിച്ചിരുന്ന ആളുകൾ കഥയിലേക്ക് വന്നപ്പോ ഇതെങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പറയും, കുഞ്ഞുങ്ങളോട് കഥ പറയാൻ മാത്രമേ പാടുള്ളൂ. ആ കഥ കേട്ടിട്ട് അവരത് തീരുമാനിക്കട്ടെ എന്താണ് അതിന്റെ താത്വികാംശം. അപ്പൊ മുത്തശ്ശിമാർ അന്ന് പറഞ്ഞു കൊടുത്ത കുറെ കഥകളായിരിക്കാം ഈ തലമുറയിൽ ഈ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലെ ആളുകളെ ഇത്രമേൽ എന്ന് വെച്ചാൽ ലോകത്തിന് എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണോ അതെല്ലാം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ശ്രമിച്ച് വിജയിച്ച ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ള തലമുറ അത് അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നൊക്കെ പറയും. അപ്പോ അതിലേക്ക് അവരെ എത്തിച്ച ഒരു പക്ഷെങ്കിൽ ആ മുത്തശ്ശിമാരുടെ കഥകളിൽ കേട്ട് ആ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തേക്ക് ഇറങ്ങി തിരിച്ചവർ തന്നെയാവാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. നമ്മളും പറഞ്ഞു കൊടുക്കുക, നമ്മൾ കഥകൾ കേൾക്കണം ആദ്യം, വായിക്കണം ആദ്യം, അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം. അത് ഈ പേരൻസിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾക്ക് നിറവേറ്റാൻ സാധിക്കുന്ന വേറൊരു രീതിയിൽ. അതേപോലെ കുഞ്ഞുങ്ങൾക്ക് ഇതെങ്ങനെ അന്ന് നമ്മൾ ആദ്യം ഘട്ടത്തിലൊക്കെ പറയാറുണ്ട്, ഇതെങ്ങനെ കുട്ടികളെ നമുക്ക് ഇതിലേക്ക് ആകർഷിക്കാൻ പറ്റും, എങ്ങനെ ഇത് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഇതിന്റെ ഒരു യാത്രകൾ ചെയ്ത നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ CD-കൾ ധാരാളമായിട്ട് ആളുകൾ വാങ്ങിക്കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ അദ്ദേഹം തന്നെ പറയും, ഞാൻ ഈ യാത്ര ചെയ്തത് കൊണ്ട് എനിക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിലുള്ള ആളുകൾ ഈ ലോകം ഇങ്ങനെയാണെന്ന് നമുക്കും കൂടെ പഠിക്കാനും നമ്മളെ അത്തരത്തിലൊരു മാറ്റത്തിലേക്ക് എത്താനും വേണ്ടിയാണെന്നൊക്കെ പറയും.
എന്ന് പറഞ്ഞ പോലെ ഈ എപ്പിസോഡുകളെല്ലാം ചേർത്ത് അതിനെ ഏറ്റവും ഓരോ മേഖലകൾ തിരിച്ചിട്ടുണ്ടല്ലോ, അതിനെ ഒരു CD ആക്കി മാറ്റി കഴിഞ്ഞാൽ ഒരു 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 ആശയമാണ് അത്. ഒരു പക്ഷെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വലിയ നിധി ആയി മാറും. അത് ഇവർക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. അധികം ദീർഘിപ്പിക്കുന്നില്ല, പറഞ്ഞ് സാബു സാറിന്റെ ആ ഒരു യജ്ഞം അതാണ് ഞാൻ പ്രധാനമായിട്ട്. അതോടൊപ്പം തന്നെ ഈ കഥകളിലേക്ക് ആ മേഖല തിരഞ്ഞെടുത്തതിനും 100 നമസ്കാരം. എല്ലാ ഭാവങ്ങളും നേരുന്നു. 1000 എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ എല്ലാ സാഷ്ടാംഗ പ്രണാമം. ഒന്നും പറയാനില്ല. സന്തോഷം. താങ്ക് യു സാർ. രാജകുമാർ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കുക. സാർ സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ റാന്നി സ്വദേശിയാണ്, പത്തനംതിട്ട റാന്നി സ്വദേശിയാണ്. രാജീവ് ഫിലിപ്പ് സാറൊക്കെ ഏറ്റവും നല്ല ബന്ധമാണ്. തീർച്ചയായിട്ടും അങ്ങ് ഈ പ്രായത്തിൽ അങ്ങ് എല്ലാ പ്ലാറ്റ്ഫോമിലും അങ്ങ് ഫോറയം ക്ലബിലാണെങ്കിലും ടോട്സിലാണെങ്കിലും ഒക്കെ എപ്പോഴും രാജീവ് ഫിലിപ്പ് സാറിന്റെ പേരില്ലാത്ത ഒരു പ്ലാറ്റ്ഫോമും ഞാൻ കണ്ടിട്ടില്ല. അപ്പം സാറിന്റെ ആ ഒരു എഫോർട്ട് എപ്പോഴും അതിനൊക്കെ കമന്റ് ചെയ്യുന്നതാണ്. അതിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു കടങ്കഥകളോ അല്ലെങ്കിൽ എന്താ പറയുന്നത് കോട്ട്സ്, അതിന്റെ ഒരാളാണ് സാർ. എവിടുന്ന് അത് എടുത്തുകൊണ്ട് വരുന്ന ആ സമയമാകുമ്പോൾ കറക്റ്റായിട്ട് അത് ഇംഗ്ലീഷിലുള്ളതായാലും മലയാളത്തിലുള്ളതായാലും ആ കോട്ട്സ് കറക്റ്റായിട്ട് അത് ഡെലിവറി ചെയ്യും. അത് വലിയൊരു കഴിവാണ് തന്നെ സാറേ. സാറിനെ പോലെയുള്ളവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് സാബു സാറിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ച് സാറിനെ കൊണ്ട് ഈ പറയുന്ന ഇതിനൊക്കെ അവതരണത്തിനേക്കാൾ ഉപരി അതിനെ നിരൂപണം ചെയ്യുന്നവർക്കാണ് അതല്ലേ അത് കേൾക്കാനുള്ളൊരു അവസരം കിട്ടുന്നതാണ് വലിയ ഭാഗ്യം എന്നൊക്കെ പറയും. കാര്യം നമ്മൾ അത്രമേ ചിന്തിക്കുന്നില്ല. നമ്മൾ കേട്ടു പോയി എന്നുള്ളതിനപ്പുറത്ത് ഇത്ര ഡെപ്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാനും അത് പല വഴികളിൽ അതിന് വ്യാഖ്യാനിക്കാനും ഒക്കെ കഴിയുന്ന ആളുകളെ കൂടി ഇതിലെത്തിക്കാൻ സാധിച്ചു. രാജീവ് ഫിലിപ്പ് സാറേ, നമസ്കാരം. അപ്പം രാജ്കുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ രാജു സാർ എവിടെ ഉണ്ടെങ്കിലും സജീവ സാന്നിധ്യം. നമ്മളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പതുങ്ങി ഇരുന്നൊന്ന് കേട്ടേച്ച് പോകാമെന്ന് കരുതുമ്പോൾ രാജു ഫിലിപ്പ് സാർ ഓഡിയോ വീഡിയോ മാക്സിമം ടോട്സ് 6 എന്ന് പറഞ്ഞാൽ ഇത്രയും വീഡിയോ കണ്ടിട്ടുള്ള മറ്റൊരാളും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഫുൾ ടൈം ഫുൾ അറ്റൻഷൻ, സജീവ പങ്കാളിത്തം. അത് പറയാതെ വയ്യ, അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. സത്യമാണ്. ഓക്കെ, വേറെ ആർക്കാണ് പറയാനുള്ളത്? ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെന്നെങ്കിലും? ഓക്കെ, അപ്പൊ സാറേ പറയുമോ? പറഞ്ഞു. പിന്നെ ആദ്യത്തെ കഥ സാറിന് വയ്യ, എന്നിട്ട് വരെ ഞാൻ അതാ ശ്രദ്ധിച്ചു. സാറിന് തീരെ വയ്യ, എന്നിട്ട് ആ കഥ സാറ് നല്ല രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ തേന്മാവ് എന്നുള്ള കഥ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. ശരിക്കും നമ്മള് ഈ പറയുന്ന പോലെ വൃക്ഷങ്ങള് ഇപ്പൊ പല വൃക്ഷങ്ങൾ നട്ടിട്ട് അത് ആ നട്ടവര് കഴിക്കുന്നതിനേക്കാളും പിന്നീടുള്ള തലമുറകളാണ് അധികം അത് ഉപയോഗിക്കുക. അത് പറയുമ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാണ് സാർ. നമ്മുടെ 30-35 വർഷം മുമ്പേ എൻ്റെ ഒരു കൂടെ ജോലി ചെയ്ത ഒരാള് അവരെ വീട്ടിൽ പോയിട്ടാകുമ്പോ നല്ലൊരു വെറ്റില കൊടി, നല്ല ഒരുപാട് വെറ്റില അതില്. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസ്മാൻ ഇത് എവിടുന്ന ഇത്രയും പേര്? അപ്പൊ പറഞ്ഞു, ഒരു സ്വാമിജി ഇവിടെ ഭിക്ഷക്ക് വന്നു, അയാളുടെ സഞ്ചിയിൽ ഒരു വെറ്റിലയുടെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, അത് നട്ടു. അതിനുശേഷം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരികയാണ് ഈ വെറ്റില നുള്ളാൻ വേണ്ടിയിട്ട്. അതുപോലെ സാറ് പറഞ്ഞ തേന്മാവ് എന്നുള്ള കഥയില് ആ സമയത്ത് അയാൾക്ക് വയ്യാതായിട്ടും ആ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് ചിലപ്പോ അയാള് ആ സമയത്ത് പോലും അയാളുടെ കണ്ണ് ചിലപ്പോ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് തൈ വാടിയിട്ട് കണ്ടിട്ടില്ല, ആ ചെടി വാടിയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും കുറച്ച് വെള്ളം അതിന് കൊടുത്തത്. ഏതായാലും നല്ല അവതരണമായിരുന്നു സാറേ. പിന്നെ നമ്മുടെ താൽക്കാലിക ഇത് എന്താ പറയണ്ടേ, സന്തോഷം എപ്പോഴാണ് വരുന്നെന്നുള്ള രീതിയിൽ ശരിക്കും ആ കഥയില് നമുക്കറിയാം, നമ്മൾക്കിപ്പം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് 2-3 ദിവസമൊക്കെ നിൽക്കാൻ പറ്റും. പക്ഷെ മറ്റേ കാര്യത്തില് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സന്തോഷം ഉണ്ടാകുന്നത് ഡെയിലി ഇങ്ങനെ നല്ല ഒരു അവതരണമായിട്ടുണ്ട് സാർ. മൂന്നാമത്തതും അതെ, താൽക്കാലിക ആ സമയത്ത് തന്നെയുള്ള, ഞാൻ അധികം നീട്ടുന്നില്ല സാറേ. എല്ലാം 3 നല്ല കഥകളായിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇന്ന് വളരെ ഭംഗിയുള്ള ഒരു ദിവസമായിരുന്നു. കാരണം 3 കഥകളാണ് നമുക്ക് കേൾക്കാൻ പറ്റി. അടുത്ത ആഴ്ച നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഥകൾ 2-3 പേരോട് ഷെയർ ചെയ്യാം. അപ്പം കൂടുതൽ സമ്പുഷ്ടം. 8:15 വരെ പോയി, ഇല്ലെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് കഥ തീർന്ന് അതിന്റെ ഡിസ്കഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക്
തന്നെയല്ല എനിക്ക് തോന്നുന്നത് ജോർജ് സാറിനും റോയ് സാറിനും ഒക്കെ പുതിയ കഥകൾ പറയാനുള്ള ഒരു നല്ല അല്ലെ ഒരു വഴി തുറന്നു കിട്ടിയെന്ന് വേണം ചിന്തിക്കാൻ. അതിന് ജോഷി സാർ കൃത്യമായിട്ട് അത് തുറന്നിടുകയും ചെയ്തു. രാജേഷ് സാറിനൊക്കെ അത് ചെയ്യാൻ കേട്ടോ. വിൻസെന്റ് സാറിന് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ചെറിയ കഥകളാണ് ഞാൻ അടുത്ത ആഴ്ച പറയാം. തീർച്ചയായിട്ടും നമുക്ക് 2-3 പേർക്ക് കഥകൾ പറയാം. പിന്നെ സ്വല്പം കൂടെ എല്ലാവർക്കും ഓരോ കഥകൾ അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു മുഴുവൻ കഥ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും പറയട്ടെ, നോ പ്രോബ്ലം. അപ്പൊ ഇച്ചിരി ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കിട്ടും, നമുക്കത് ഇച്ചിരി ക്രിയേറ്റീവ്. ഓക്കെ, നമുക്ക് അതിന്റെ ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ ജോർജ് സാർ താങ്ക് യു, റോയ് സാർ താങ്ക് യു, നായകൻ ജോഷി സാറിന് താങ്ക് യു. സാർ വളരെ ക്ഷീണിതനായിരുന്നെങ്കിലും ഞാൻ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുവന്നത്. കാരണം ഇവർക്കത് പറയാൻ ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോഷി സാറിന് അത്യാവശ്യം ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇടപെടേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സാർ ഇന്ന് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും സാർ വന്നതിനും പ്രത്യേകം താങ്ക്സ്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥനയിലുണ്ട്. സുഖമായിട്ടിരിക്കും. ഈ പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാജു സാറിനും അപ്പം ഈ പ്ലാറ്റ്ഫോമിനെ എപ്പോഴും ഇങ്ങനെ ചടുലമായി നിലനിർത്തുന്ന സാബു സാറിനും പിന്നെ ഇവിടെ വന്നെത്തി നല്ല അഭിപ്രായങ്ങൾ, നല്ല നിരൂപണങ്ങൾ ഒക്കെ നൽകുന്ന എല്ലാ നല്ല ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി. ശ്രോതാക്കൾ എല്ലാവരും കഥ പറയുന്നവരായി മാറണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചെറിയ ചെറിയ കഥകൾ തീർച്ചയായിട്ടും കൊണ്ടുവരിക. നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് കഥകൾ പറഞ്ഞാൽ ഇച്ചിരി രസകരമാണ്, ഇച്ചിരി ലൈബ്രറി ആവും. ഓക്കെ, അപ്പൊ താങ്ക് യു. കഴിഞ്ഞ 2 ആഴ്ച എന്റെ ഐ സർജറി ആയണ്ട ഞാൻ ആക്റ്റീവായിട്ട് കാണാൻ. അതുകൊണ്ടാണ് ഐ സർജറി കഴിഞ്ഞിട്ട് 2 ആഴ്ച. കണക്ക് ശരിയായോ? ശരിയായോ? വായിക്കാൻ പറ്റും, വായിക്കാനൊക്കെ തുടങ്ങി. റൈറ്റ് ഇപ്പൊ 10 ദിവസം മുമ്പ് ചെയ്തത്. ഇതെവിടാ ചെയ്തേ? ചൈതന്യ തിരുവല്ലായിലൊരു കോട്ടയത്തുണ്ട്. ഓരോന്നോരോന്നല്ലേ സാധാരണ ചെയ്യാ? എന്താ സാറേ? ചിലപ്പോ രണ്ടും ചെയ്യും ഒരുമിച്ച്. ഓരോന്നോരോന്നല്ലേ സാധാരണ ചെയ്യാ? എന്റെ ഒരു കണ്ണ് നേരത്തെ 3-4 വർഷം മുമ്പ് റിയാദിൽ വെച്ച് ചെയ്തതാ. കാരണം ഇപ്പൊ ഈ മൂടിക്കെട്ടുണ്ടല്ലോ, രണ്ടും ഒരുമിച്ചില്ല. ഇല്ല, മൂടിക്കെട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു. ഗുഡ് നൈറ്റ്, സീ യു. ഗുഡ് നൈറ്റ് സർ. നാളെ മൈൻഡ്ഫുൾനെസ് ക്ലാസ് ആണ് നാളെ. ഇത് കഴിഞ്ഞിട്ട് സുജിത് സാറിന്റെ സെഷൻ ഇല്ലേ? ഉണ്ട്. അത് 8:45 സാർ. 8:45 ജോയിൻ ചെയ്ത 8:10 ആയിരുന്നു. സമയം അത്ര ആയില്ല. സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്ത് സമയം അങ്ങനെ പോകുമ്പോഴാണ് അതിനോട് ഓവർലാപ്പ് ചെയ്ത് കയറിയത്. 8:45 ആകുമ്പോൾ കയറി കേട്ടോ. ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ, സീ യു.